ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാതെ പോകുന്നതിന്റെ 10 കാരണങ്ങൾ, 10 സാഹചര്യങ്ങൾ, 10 സ്വഭാവങ്ങൾ. ആ 10 കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സുദീർഘമാക്കുന്നില്ല. ഈ വിഷയം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ മുമ്പൊരിക്കൽ ഹ്രസ്വമായി ചർച്ച ചെയ്തു പോയതാണ്. എന്നാലും ഒരല്പം വിശദീകരണത്തോടു കൂടെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വിഷയവുമായി തിരിച്ചെത്തിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്തും അമല് ചെയ്യാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമുഖങ്ങൾ ഒഴിവാക്കുന്നു. ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. നമ്മുടെ സ്വഭാവം, നമ്മുടെ ക്വാളിറ്റി, ദുആഇന്റെ രീതി, അദബ്, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഉത്തരത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മുടെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ യാത്രവേളയിൽ അദ്ദേഹം ബസ്ര പട്ടണത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. മഹാനവറുകളെ കുറിച്ച് നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു തത്വജ്ഞാനത്തിന്റെ ഉടമയും ഒരു തസവുഫിന്റെ ഒരു മഹോന്നതമായ നേതൃത്വവുമായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നമ്മൾ പറയാൻ പോകുന്ന സംഭവം മഹാനായ അബൂ നുഐമിനുൽ അസ്ബഹാനി അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയായിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബസ്ര പട്ടണത്തിലൂടെ യാത്ര ചെയ്യുന്നു. ആ സമയം മഹാനവറുകളെ പട്ടണത്തിൽ വെച്ച് നിരീക്ഷിച്ച ജനങ്ങൾ അവരുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടി, ചുറ്റിലും കൂടി മഹാനവറുകളെ ജനങ്ങൾ വലയം ചെയ്ത് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ഫഖാലൂ ലഹു യാ അബാ ഇസ്ഹാഖ് അന്നല്ലാഹ തആല യഖൂലു ഫി കിതാബിഹി ഉദ്ഉനി അസ്തജിബ് ലക്കും വനഹ്നു നദ്ഉഹു മുൻദു ദഹർ ഫലാ യസ്തജീബു ലനാ. സൂറത്ത് ഗാഫിറിൽ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയാണ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് സൂറത്തുൽ ഗാഫിറിൽ കാണാം, ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നല്ലേ. എന്നെ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്ന അല്ലാഹു ഉറപ്പ് പറഞ്ഞിട്ടുള്ള കാര്യം. ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ ദുആഇന്റെ ഉത്തരം തടയപ്പെടുന്നുണ്ട്. എന്താണ് ഞങ്ങൾക്ക് റബ്ബു ദുആക്ക് ഉത്തരം ചെയ്യാത്തത്? ഇതിന്റെ കാരണമൊന്ന് അറിയണമെന്നുണ്ട് തങ്ങളെ. അതുകൊണ്ട് അങ്ങൊന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു. മഹാനവറുകൾ അതിന് മറുപടി കൊടുക്കാണ്. ഒരു തസവുഫിന്റെ മേഖലയിൽ നിൽക്കുന്ന മഹോന്നതമായ വ്യക്തിത്വമാണ്. മനഃശാസ്ത്രപരമായും ജനങ്ങളെ സമീപിക്കാൻ കഴിവുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മഅരിഫത്തിന്റെ വെളിച്ചം കൊണ്ട് അദ്ദേഹം കാര്യങ്ങളും കാരണങ്ങളും തിരക്കി കൃത്യമായി മറുപടി കൊടുക്കുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, യാ അഹ്ലൽ ബസ്റതി മാതത് ഖുലൂബുകും ഫി അശറതി അശ്യാ. ഈ 10 കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. കാരണം നമുക്കും ഈ 10 കാര്യങ്ങളിൽ അബദ്ധങ്ങൾ പറ്റും. ബസ്രാക്കാര മഹാനവറുകൾ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ബസ്രാ നിവാസികളെ, 10 കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സുകൾ മരിച്ചിരിക്കുകയാണ്. 10 കാര്യങ്ങളിൽ മനസ്സ് മരിച്ചിരിക്കാം. നിങ്ങൾക്ക് 10 ദുസ്വഭാവങ്ങളുണ്ട് എന്ന് ചുരുക്കം. അല്ലെങ്കിൽ നിങ്ങളിൽ 10 അപമര്യാദകളുണ്ട് എന്ന്, അല്ലെങ്കിൽ 10 അബദ്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. എന്തായാലും 10 കാര്യങ്ങളാണ്. 10 കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് മരിച്ചിരിക്കുകയാണ്. ആ 10 കാര്യങ്ങളിൽ ഒന്ന് പരിഹാരം കണ്ടാൽ നിങ്ങൾക്ക് ദുആഇന് ഉത്തരമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം കേട്ടോ. ഒന്നാമത്തെ കാര്യം, അറഫ്തുമുല്ലാഹ വലം തുഅദ്ദൂ ഹഖ്ഖഹു. അല്ലാഹുവിനെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ റബ്ബിനെ. എപ്പോഴാണ് നമുക്ക് നമ്മുടെ റബ്ബിനെ ബോധ്യപ്പെട്ടത്? അന്നൊന്ന് കാല് വഴുതി വീണപ്പോൾ അല്ലാ എന്ന് വിളിച്ച നേരത്തെ ആ വിളി അല്ല കേട്ടതാണ്. പടച്ചോ നമ്മളെ കാത്തതാണ്. അല്ലാ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. വലിയ പ്രയാസങ്ങളിൽ നിൽക്കുമ്പോൾ, വലിയ സങ്കടങ്ങളിൽ നിൽക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ തട്ടി ഒന്ന് വിളിച്ചതാണ് എന്റെ റബ്ബിനെ. ആ വിളി അവൻ കേട്ടതാ. അതെനിക്ക് ബോധ്യമുണ്ട്. എന്റെ റബ്ബിനെ എനിക്ക് ബോധ്യമുണ്ട്. അള്ളാഹിന് ബോധ്യമുണ്ട് നമുക്ക്. അങ്ങനെ ബോധ്യമുള്ള അള്ളാഹുവോട് നമ്മൾ
നിർബന്ധമായും നിർവഹിക്കേണ്ട ഹക്ക് നിർവഹിക്കാത്തവരാണ്, അല്ലെങ്കിൽ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണ്. അതുകൊണ്ട് ദുആക്ക് ഉത്തരവില്ലാത്ത നമ്മളും അങ്ങനെയാണല്ലോ. ഒന്നാമത്തെ കാര്യം അതാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെട്ടു, പക്ഷേ റബ്ബിനോട് നിർവഹിക്കേണ്ട ഹക്ക് നിർവഹിച്ചിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ദുആഇന്റെ ഇജാബത്ത് തടയപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മളും ഇതിൽ അതുപോലെ തന്നെയാണ്. അള്ളാഹുവിനെ ബോധ്യമുണ്ട്, റബ്ബിനോടുള്ള ഹക്ക് നിർവഹിച്ചിട്ടില്ല. റബ്ബിനോടുള്ള ഹക്ക് എങ്ങനെയാ? അള്ളാഹുവോടുള്ള ഹക്ക് എങ്ങനെയാ? ഒരുപാട് ഹക്കുകളുണ്ട് റബ്ബിനോട്. ആദ്യത്തെ ഹക്ക് നിസ്കാരമാണ്. അള്ളാഹിനെ ബോധ്യപ്പെടാണല്ലോ ഷഹാദത്ത് കലിമയിലൂടെ ഇസ്ലാം കാര്യങ്ങളിൽ. രണ്ടാമത്തത് പിന്നെ നിസ്കാരം. നമുക്ക് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പടച്ചോന്റെ സഹായം കിട്ടാതെ പോകുന്നുണ്ട്. നിസ്കാരം കൊണ്ട് അള്ളാഹുടെ സഹായം കിട്ടുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ സഹായം നിസ്കാരം കൊണ്ട് ഉണ്ടാകുമെന്ന് ഖുർആൻ. അപ്പൊ നിസ്കാരം കൊണ്ട് റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നിസ്കാരത്തിൽ നമ്മൾ പോയിരിക്കാണ്, നിസ്കാരത്തിൽ വീഴ്ചയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനുസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. നിസ്കാരം കൊണ്ട് റബ്ബിന്റെ സഹായം തേടിക്കോ, ക്ഷമ കൊണ്ട് തേടിക്കോ എന്ന്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടട്ടെ. റബ്ബിനെ ബോധ്യമുണ്ട്, പക്ഷേ റബ്ബിനോടുള്ള ഹക്ക് നിർവഹിക്കാത്തവരാ നമ്മൾ. ഉദാഹരണം നിസ്കാരം, ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു فإن صلحت فقد أفلح وأنجح وإن فسدت فقد خاب وخسر محمد മുസ്തഫാ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. അല്ലാഹു നമ്മുടെ അമലിൽ ആദ്യം വിസ്തരിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അതിൽ കൃത്യവും വ്യക്തവുമായ മറുപടി പറയാൻ കഴിയുന്ന മനുഷ്യൻ പരലോകം വിജയിച്ചു. അല്ലാഹു നമ്മെ അതിൽ ചേർക്കട്ടെ. ആ മറുപടിയിൽ പരാജയം സംഭവിക്കുന്നവന്റെ പരലോകം പരാജയത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ റബ്ബിനോടുള്ള ഹക്ക് നിർവഹിക്കുന്നതിൽ ഒന്നാമത് പരിഗണിക്കേണ്ട, ഉദാഹരണമായി പറഞ്ഞതാണ് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ നമുക്ക് വീഴ്ചയുണ്ട്. അതുകൊണ്ട് ദുആക്ക് അവർക്ക് ഉത്തരം എന്ന് കിട്ടാത്ത പോലെ നമുക്കും ഉത്തരം കിട്ടുന്നില്ല. രണ്ടാമത് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുന്നു ഖറഅതും കിതാബല്ലാഹി വലം തഅമലൂ ബിഹി. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷേ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിലില്ല. ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ ഖുർആൻ ജീവിതത്തിലില്ല. എങ്ങനെ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ജീവിതത്തിൽ വരാതെ പോയത്? ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ട്, പക്ഷേ ജീവിതത്തിലില്ല. ഖുർആൻ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ പറയുക? നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നും, ഞാൻ മരിച്ചു പോകും, ഞാൻ മരിച്ച എന്താവും എന്നുള്ളൊരു തോന്നൽ വരും. നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് വരുന്നുവെങ്കിൽ നമ്മൾ ഓതുന്ന ഖുർആൻ പാരായണം ഖബൂലായെന്ന. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ. വെള്ളം ഈർപ്പമായി എത്തുന്ന ഇരുമ്പിൽ തുരുമ്പ് കാണപ്പെടുന്ന പോലെ മനുഷ്യ നിന്റെ മനസ്സിന്റെ അകത്തേക്ക് പാപം തുരുമ്പായി കറയായി എത്തിയിരിക്കുകയാണ്. കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിലിട്ട് ഇരുമ്പ് കാഞ്ഞെടുത്താൽ അതിന്റെ തുരുമ്പ് കളയാം, പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ തുരുമ്പ് എങ്ങനെ കളയും നബിയെ? സ്വഹാബികൾ ചോദിച്ച രണ്ട് മാർഗമാണ്. ഒന്ന് സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ, രണ്ടാമത്തേത് ഖുർആൻ തനിച്ചിരുന്ന് പാരായണം ചെയ്യലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് കാണാം. തിലാവത്തുൽ ഖുർആൻ എന്ന പ്രയോഗം, ഖുർആൻ തനിച്ചിരുന്ന് പാരായണം ചെയ്യണം. മറ്റുള്ളവരെ കേൾപ്പിക്കലല്ല, ഖിറാഅത്തല്ല, തിലാവത്താണ്. ഏകാന്തതയിലെ ഖുർആന്റെ കൂട്ട് അത് വല്ലാത്തത് തന്നെയാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? എവിടെയുള്ളത്? ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. എപ്പോ? നിസ്കാരത്തിൽ. അല്ലെങ്കിൽ അത്യാവശ്യം എല്ലായിടത്തിലും വല്ല ഉസ്താദും അൽഫാത്തിഹ വിളിക്കുമ്പോൾ പാരായണം ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും വല്ല മരിച്ചോടുത്ത് വെച്ചൊരു യാസീൻ ഓതുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഖുർആനിന്റെ സ്ഥിരമായ ഉപയോഗം ഇല്ല. കുറെ പരിഷ്കാരങ്ങളും നമ്മുടെ തിരക്കുകളൊക്കെ വന്നപ്പോൾ കുറെ കാണു കുറഞ്ഞു. എപ്പോഴാണ് നമ്മളൊരു മുസാഹിഫ് എടുക്കാമെന്ന് ആലോചിച്ച് നോക്കി.
ഒരു ദിവസം എത്ര പ്രാവശ്യം മറ്റു പല ഉപകരണങ്ങളും വസ്തുക്കളും എടുക്കുന്നുണ്ട്. മുസഹഫ് എപ്പോഴാണ് നമ്മൾ ഒരു ദിവസം എടുക്കുക? ഒരു ദിവസം കൈകൊണ്ട് മുസഹഫ് തൊടാത്തവർ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം. ഒരു ദിവസം മുസഹഫ് കൈകൊണ്ട് തൊടാത്തവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ്റൂല, നമ്മൾ തൊട്ടിരിക്കണം, നമ്മൾ എടുത്തിരിക്കണം, ഓതിയിരിക്കണം. നമ്മുടെ വീടുകളൊക്കെ ശവപ്പറമ്പായി കൊണ്ടിരിക്കും. പിശാചിന്റെ വാസസ്ഥലമാണ്. മനുഷ്യനെ മറവ് ചെയ്യുന്ന പള്ളിപ്പറമ്പ്, ശവപ്പറമ്പ്. അവിടെ ഇബ്ലീസും അവരുടെ കൂട്ടുകാരുണ്ടാവും, ധാരാളം ശൈത്താന്മാരുണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് എന്താ? ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പാക്കല്ലേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാച് പാഞ്ഞകലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്തില്ലെങ്കിലും, സൂറത്തുൽ ബഖറയുടെ ഒരു അല്പമെങ്കിലും പാരായണം ചെയ്തിട്ടായാലും, മറ്റു പല അധ്യായങ്ങൾ പാരായണം ചെയ്തുകൊണ്ടാണെങ്കിലും വീട്ടിൽ നിന്നും പിശാചിനെ ഇറക്കുന്നതിൽ നമ്മൾ ഒരു പുതിയ ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ വേണം. പഴയ കാലത്ത് ഖുർആൻ പാരായണമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്ന് മുസഹഫ് എടുക്കുന്നവർ ഒരു വീട്ടിൽ 5 അംഗങ്ങളിൽ ഒരാളുണ്ടാവും. 5 പേരും എടുക്കണം. അതിന്റെ ഐശ്വര്യം നമ്മുടെ കുടുംബത്തിൽ വരും. രോഗശമനം തന്നെ ഏറ്റവും വലിയ ഐശ്വര്യം. സക്കീനത്തുണ്ടാവും. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും വ്യക്തിപരമായും സാമൂഹികപരമായും എല്ലാ നിലക്കുമുള്ള ഒരു സമാധാനത്തിന് ഒറ്റ വാക്കിൽ പറയാം സക്കീന. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്. ഈ സക്കീനത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാണ് സ്വഹാബി. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം ഇറങ്ങി വരുന്നത് കണ്ടു ഒരു സ്വഹാബി. മഹാനായ ബറാ ഇബ്നു ആസിബ് തങ്ങൾ പറയാണ്, സ്വഹാബികളിൽപ്പെട്ട ഒരു പ്രമുഖൻ, കാന റജുലുൻ മിന്ന സ്വഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിൽ പ്രമുഖനായ ഒരു സ്വഹാബി. ആരാണ് സ്വഹാബി? ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയാണ്. യഖറഉ സൂറത്തുൽ കഹ്ഫി, ഒരു വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു. വയിലാ ജാനിബിഹി ഹിസാനും മർബൂത്തും ബിശ്ശത്നൈൻ, 2 കയറ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുന്ന പന്തയ കുതിര അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. സാധാരണ കുതിരയല്ല, പന്തയ കുതിര, അതിവേഗതയിൽ ഓടുന്ന കുതിര. 2 കയറുകൊണ്ട് അതിനെ കെട്ട, കാരണം അത് അടങ്ങി നിൽക്കില്ല. പക്ഷേ ഈ കുതിരയുടെ തൊട്ടടുത്ത് തന്റെ മകൻ കളിച്ചുകൊണ്ടിരിക്കാണ്. പെട്ടെന്നതാ فَتَغَشَّتْهُ سَحَابَةٌ فَجَعَلَتْ تَدْنُو وَتَدْنُو وَجَعَلَ فَرْسُهُ يَنْفِرُ. മഹാനവരുകളുടെ വീടിന്റെ നേരെ അതാ ആകാശത്തിൽ നിന്നും ഒരു പ്രകാശം ഇറങ്ങി വരുന്നു. ഒരു കുടയുടെ രൂപത്തിൽ അത് വീടിനോട് അടുത്തടുത്ത് വരുമ്പോൾ കുതിര കിടന്ന് ഓടുകയാണ്, ചാടുകയാണ്. പൊന്നുമോൻ യഹ്യ എന്ന പേരുള്ള കുട്ടി തൊട്ടടുത്തുണ്ട്. കുട്ടിയെ കുതിര വല്ല ഉപദ്രവിക്കുമോ എന്നൊക്കെ പേടിയായി. ഈ പ്രകാശം അങ്ങനെ വീടിനോട് അടുത്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഇറങ്ങി ഇറങ്ങി വരാം ഒരു കുടയുടെ രൂപത്തിൽ. മഹാനവറുകൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു വെള്ളിയാഴ്ച രാവാണ്. ഒരു പ്രകാരം അത് ഓതി തീർത്തു. ഫലമ്മാ അസ്ബഹ, പിറ്റേ ദിവസം വെള്ളിയാഴ്ച സുബഹിക്ക് തന്നെ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദക്കറ ദാലിക ലഹു, പിറ്റേന്ന് നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമൊക്കെ ചെന്നിട്ട് പറഞ്ഞു, നബിയെ അഖ്ബറ ബിദാലിക, ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോണ്ട് ഇങ്ങനെ ഒരു പ്രകാശം കുടയുടെ രൂപത്തിൽ എന്റെ വീടിന്റെ നേരെ ഇറങ്ങി വന്ന് എന്റെ കുതിര കിടന്ന് ഓടുന്നു, ചാടുന്നു. നബിയെ എന്താണ് ഈ കാണുന്നത് എന്ന് ആ സ്വഹാബി ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന മറുപടിയുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇറങ്ങി വരുന്ന ഐശ്വര്യം അതാണ് മോനെ. ഖുർആൻ പാരായണം ചെയ്യുന്നോടത്ത് ഇറങ്ങി വരുന്ന രോഗശമനം അതാണ് മോനെ. ഖുർആൻ പാരായണം ചെയ്യുന്നോടത്ത് അവതരിപ്പിക്കപ്പെടുന്ന സന്തോഷം അതാണ് മോനെ, സമാധാനം അതാണ് മോനെ. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ അകന്നു പോവാൻ പാടില്ല. ബസ്രാക്കാർക്ക് ദുആക്ക് ഉത്തരം കിട്ടാതിരുന്നതിന്റെ രണ്ടാമത്തെ കാരണം അവർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ ഉണ്ട്, എന്നാൽ അത് ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിച്ചിട്ടില്ല. മൂന്നാമത്തെ കാരണം, ബസ്ര നിവാസികളോട് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയാണ്, നിങ്ങളുടെ ദുആഇന് ഉത്തരം കിട്ടാതെ പോയതിന്റെ മൂന്നാമത്തെ കാരണം, ഇദ്ദഅയ്തും ഹുബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതറകതും സുന്നതഹു. പുന്നാര നബി തങ്ങളുടെ ഇഷ്ടത്തെ കുറിച്ച് നിങ്ങൾ വല്ലാതെ പറയും, നിങ്ങളൊരു പ്രവാചക സ്നേഹിയാന്നൊക്കെ പറയും, സുന്നത്തിന് വിരുദ്ധമല്ലാത്തൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയും. പക്ഷേ പറച്ചിൽ മാത്രമേ ഉള്ളൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിങ്ങളെ സ്പർശിച്ചിട്ടില്ല. അവിടുത്തെ സ്വഭാവം നിങ്ങളിലില്ല, അവിടുത്തെ സുന്നത്ത് നിങ്ങളുടെ ജീവിതത്തിലില്ല. അറിയണേ, ആറ് വിഭാഗത്തെ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. 6 വിഭാഗത്തെ ഞാൻ ശപിച്ചിട്ടുണ്ട്, അവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്, അവരെ എല്ലാ നബിമാരും ശപിച്ചിട്ടുണ്ട്. ആ 6-ൽ നിന്നും അള്ളാഹു നമ്മെ ഒഴിവാക്കട്ടെ. 6 വിഭാഗത്തെ ശപിച്ചിട്ടുണ്ട്, 6 വിഭാഗത്തെ ശപിച്ചിട്ടുണ്ട്. അള്ളാഹു ശപിച്ചു, ഞാൻ ശപിച്ചു, എല്ലാ നബിമാരും ശപിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, പ്രവാചകന്മാരുടെ ശാപം ഫലിക്കുന്നതാണല്ലോ. എല്ലാവരും ശപിച്ചു. ഈ 6 വിഭാഗം. ഒന്നാമത്തെ ആളാരാണെന്ന് നോക്കിക്കോ. അസ്സായിദു ഫി കിതാബില്ലാഹ്, ഇല്ലാത്ത കാര്യം അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടെന്ന് പറയുന്നവൻ. ഖുർആനിലില്ലാത്ത ഖുർആനിലുണ്ടെന്ന് പറയുന്നവൻ. ഖുർആനിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കുന്നവനെ അല്ലാഹ് ശപിച്ചതാ, അല്ലാഹുവിന്റെ ഹബീബ് ശപിച്ചതാ, സർവ്വ പ്രവാചകന്മാരും ശപിച്ചതാ. രണ്ടാമത്തെ വിഭാഗം, വൽ മുകദ്ദിബു ബിഖദരില്ലാഹ്, പടച്ചോന്റെ ഖളാഇനെ നിഷേധിക്കുന്നവനാ. അല്ലാഹുവിന് അങ്ങനെ ഖളാ ഒന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളവനെ അല്ലാഹ് ശപിച്ചു, നബിമാര് ശപിച്ചു, ഹബീബ് ശപിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ആള്, വൽ മുതസല്ലിതു ബിൽ ജബറൂതി ലിയഇസ്സ മൻ അദല്ലഹുല്ലാഹു വയുദില്ല മൻ അഅസ്സഹുല്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് നിരക്കാതെ ചെയ്യുന്നവനെ പ്രോത്സാഹിപ്പിക്കുകയും റബ്ബിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിയെ അല്ലാഹ് ശപിച്ചതാ, ഹബീബ് ശപിച്ചതാ, എല്ലാ നബിമാരും ശപിച്ചതാ. ഇനി കാണാം, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, നാലാമത്തെ വിഭാഗം അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നവനാണ്. അഞ്ചാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെ അനാദരിക്കുന്നവനാണ്. ആറാമത്തെ വിഭാഗം വത്താരികു ലിസുന്നത്തി, എന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്നവൻ, അകാരണമായി റസൂലുള്ളാഹിയുടെ സുന്നത്ത് ഉപേക്ഷിക്കുന്നവനെ അള്ളാഹു ശപിച്ചതാ, ഹബീബ് ശപിച്ചതാ, അള്ളാഹുവിന്റെ സർവ്വ അമ്പിയാക്കളും ശപിച്ചതാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നബി സ്നേഹം പറയുന്നതോടൊപ്പം സുന്നത്തുകൾ ജീവിതത്തിലില്ല, അള്ളാഹുടെ ശാപം കിട്ടും. സുന്നത്തുകൾ ഇപ്പൊ നമുക്ക് നിസ്സാരമായിട്ട് പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഹൗലങ്കര ചെന്നപ്പോ പടിഞ്ഞാട്ട് തിരിഞ്ഞൊന്നും മുതു കൊടുക്കാൻ പറ്റും, കിഴക്കോട്ടും പറ്റും, വടക്കോട്ടും പറ്റും, തെക്കോട്ടും പറ്റും. അവിടെ ഇപ്പൊ ആരുമില്ല. തിരക്കുണ്ടായിരുന്നെങ്കിൽ പിന്നെ പടിഞ്ഞാറ് ഒഴിവായി നമുക്ക് കിട്ടുന്നില്ല. തിരക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം തിരഞ്ഞെടുക്കാം. നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. ആ സമയം നമ്മൾ ഖിബല പരിഗണിക്കണ്ടേ? ആ സമയം നമുക്ക് ഖിബല പരിഗണിക്കാലോ, നമ്മൾ പരിഗണിക്കൂല. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ വരുന്നു. ഇത് തന്നെയാണ് ബസ്രാക്കാർക്ക് സംഭവിച്ചത്. അവർ സുന്നത്തുകളെ മാനിച്ചില്ല, അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടിയില്ല. ഇനി കാണാം നാലാമത്തേത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാണ്, നാലാമത്തേത്, നിങ്ങൾ പിശാചിനോട് ശത്രുത വെക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പിശാചിനോട് പല കാര്യങ്ങളിൽ നിങ്ങൾ യോജിച്ച് കാണാറുണ്ടല്ലോ. അത് തന്നെ ദുആക്ക് ഉത്തരവില്ലാത്തത്. പിശാച് ശത്രുവാന്നൊക്കെ പറയും, ഇബ്ലീസ് ശത്രുവാന്ന് പറയും. പക്ഷെ ഇബ്ലീസിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ ഇബ്ലീസിനോട് നിങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നത് കാണാറുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ അങ്ങനെയാവും. ഈ സ്വഭാവക്കാർക്ക് ദുആക്ക് ഉത്തരമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഈ സ്വഭാവക്കാരെ പറയുന്നത് കാണാം. വലാ തുബദ്ദിർ തബ്ദീറ, ദൂർത്തടിക്കുന്ന ആളുകൾ ഇബ്ലീസിന്റെ ഇഷ്ടക്കാരാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. സൂറത്തുൽ ഇസ്രാ.
തീർച്ചയായും പിശാചിന്റെ സ്വഭാവക്കാർ, പിശാചിന്റെ സഹോദരന്മാർ ദൂർത്ത് കാണിക്കുന്നവരാണെന്ന് ഖുർആൻ. ദൂർത്ത്, പിശാചുമായി സാഹോദര്യ ബന്ധം സ്ഥാപിക്കാൻ, പിശാചുമായി സാഹോദര്യ ബന്ധം സ്ഥാപിക്കാൻ ചില കല്യാണത്തിന്റെ ആർഭാടങ്ങൾ തന്നെ ധാരാളം. ഞാൻ ഓർത്തുപോയത്, എന്റെ ഒരു സുഹൃത്ത്, ഒരു ബഹുമാന്യനായ ഒരു പണ്ഡിതൻ, നല്ല വിവരമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണ് പോസ്റ്റ്? അദ്ദേഹം എഴുതിയത് ഇതാ: പിശാചിന്റെ സഹോദരന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തു. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ എന്ന. ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാ: പിശാചിന്റെ സഹോദരന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു, അതിൽ പോകേണ്ടി വന്നു. ഇങ്ങനെയാ. അവിടുത്തെ ആർഭാടങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കേണ്ടി വന്നു. അത്രത്തോളം പിശാചുമായി നമ്മൾ യോജിച്ചു പോകുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം, ദുആക്ക് ഉത്തരം കിട്ടാതെ പോയതിന്റെ അഞ്ചാമത്തെ കാര്യം, ഖുൽതും നുഹിബ്ബുൽ ജന്നത വലം തഅമലൂഹാ. സ്വർഗം ഇഷ്ടമാണെന്ന് പറയും, പക്ഷെ സ്വർഗത്തിന് വേണ്ടിയുള്ള പണി നിങ്ങൾ എടുക്കുന്നില്ല. നമ്മളും പറയാറുണ്ട് സ്വർഗമൊക്കെ ഇഷ്ടമാണ്, പക്ഷെ സ്വർഗത്തിന് വേണ്ടിയുള്ള പണി എടുക്കാറില്ല. എന്താ സ്വർഗത്തിന് വേണ്ടിയുള്ള പണി എന്താണ്? ഖുർആൻ തന്നെ പറയുന്നു: വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ദവാതാ അഫ്നാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സുദീർഘമാണ്. സ്വർഗത്തെ ആഗ്രഹിക്കുന്നു, പക്ഷെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നില്ല. അതാണ് ദുആ തടയപ്പെടാനുള്ള ഒരു കാരണം. അതാണ് അഞ്ചാമത്തെ കാരണം. അതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തെ കാരണം അതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? രണ്ട് കണ്ണുകൾ റബ്ബിന് വേണ്ടി ഒലിപ്പിച്ചു നടക്കുന്ന ആളുകൾ, റബ്ബിനെ ഓർത്ത് കരയുന്നവർ, അതൊന്നും ദുആ ചെയ്തപ്പോഴാണെങ്കിൽ പോലും അങ്ങനെ റബ്ബിനെ ഓർത്ത് കരഞ്ഞവർക്കുള്ളതാണ് സ്വർഗത്തിന്റെ രണ്ട് തോട്ടങ്ങൾ. ഫീഹിമാ ഐനാനി തജ്രിയാൻ. ആ രണ്ട് തോട്ടത്തിന്റെ പ്രത്യേകത എന്താ? കളകളാരവം ഒഴുക്കി പാഞ്ഞു പോകുന്ന രണ്ട് പുഴകൾ ആ തോട്ടത്തിലുണ്ട്. മഹാനായ ഇമാം ഖുർത്തുബി ആയത്തിന് കൊടുക്കുന്ന തഫ്സീർ, ഫീഹിമാ ഐനാനി തജ്രിയാൻ ലിമൻ കാനത്ത് ഐനാഹു ഫിദ്ദുനിയ തജ്രിയാൻ മിൻ മഖാഫത്തില്ലാഹി അസ്സ വജല്ല. ഒഴുകുന്ന രണ്ട് പുഴകളുള്ള ആ രണ്ട് തോട്ടങ്ങൾ ആർക്കുള്ളതാണെന്നറിയോ? ഭൂമിയിൽ വെച്ച് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് അള്ളാനെ ഭയന്ന് ഒലിച്ചവർക്കുള്ളതാണ് ഒലിച്ചു പോകുന്ന രണ്ട് പുഴയുള്ള രണ്ട് തോട്ടങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത്രത്തോളം ഞാൻ സുദീർഘമാക്കുന്നില്ല. ബസ്രാക്കാർക്ക് കൊടുത്ത മറുപടി, ദുആ തടയാനുള്ള ആറാമത്തെ കാരണം, ദുആഇന്റെ ഇജാബത്ത് തടയപ്പെട്ട ആറാമത്തെ കാരണം നരകം ഭയമാണെന്നൊക്കെ പറയുമെങ്കിലും നരകത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തെ പണയം വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. നരകത്തിൽ പോവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യാം. അപ്പൊ അത് കാരണം നമ്മൾ നരകത്തിൽ പോകില്ല. നമ്മുടെ ശരീരമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നരകത്തിൽ പോവാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളെ പ്രവർത്തിക്കുകയും അതോടൊപ്പം നരകം ഭയാണെന്ന് പറയുകയും കൂടി ചെയ്യാം. ഇങ്ങനെയുള്ള ആളുകൾ ഹല്ലതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാരൻ ഹമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ضريع ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ. എല്ലാം മൂടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതിന്റെ വാർത്ത വന്നില്ലേ? അന്ന് ചില മുഖങ്ങൾ ഭയന്നുകൊണ്ട് വിറയ്ക്കുന്നത് കാണാം. ആ മുഖങ്ങളുള്ള ശരീരങ്ങളാവട്ടെ ജോലി ചെയ്ത് ക്ഷീണിച്ച ക്ഷീണം അവരിലുണ്ട്.
തസ്ലാ നാറൻ ഹാമിയ, അവർ അനിഷേധ്യമായി നരകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ചൊല്ലുമ്പോൾ വല്ലാത്ത ദാഹമുണ്ടാകും. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ദ്രാവക രൂപത്തിലുള്ള ഒരു പദാർത്ഥം ചൂടുപിടിച്ചാൽ അതിന്റെ പരമാവധി ചൂട് എത്രയോ ആ ചൂടെത്തിച്ച ഒരേ ഒരു ദ്രാവകം അവിടെയുണ്ട്. ആ ദ്രാവകമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കാം. നല്ല വിശപ്പ് തോന്നും. അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം ചോദിക്കും. ആ സമയത്ത് അള്ളാഹു കൊടുക്കുന്നത് ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ, ഒരു പ്രത്യേകമായ മുള്ളുള്ള ചെടിയുണ്ട്. ലരീഅ വൃക്ഷത്തിന്റെ മുള്ളുകളാണ് അവർക്ക് തിന്നാൻ കൊടുക്കുക, വേറൊന്നും കൊടുക്കാനില്ല. ആർത്തിയോടുകൂടെ അവർ തിന്നും. നരകത്തിലെ ലരീഅ വൃക്ഷത്തിൽ നിന്നും അതിന്റെ മുള്ളുകൾ കൊടുക്കും തിന്നാൻ. അത് തിന്നു കഴിഞ്ഞാലോ ആർത്തിയോടെ തിന്നും. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്, അവരുടെ വിശപ്പിന് കുറവ് വരുന്നതുമല്ല, മാത്രവുമല്ല അവരുടെ ശരീരത്തിന് പുഷ്ടി വരുന്നതുമല്ല. ഇതാണ് നരകം. ഈ നരകത്തെ ഭയാന്ന് പറയുകയും ചെയ്യും. നരകത്തെ കുറിച്ചുള്ള യാതൊരുവിധ ചിന്തയും ഇല്ല. നരകത്തെ ഭയന്നിട്ട് നടക്കാണെന്ന് പറഞ്ഞ് നരകത്തിൽ കൊണ്ടുപോയി സ്വന്തം ശരീരം കൊണ്ടുപോയി പണയം വെച്ചിരിക്കുക. നിങ്ങളുടെ ദുആ തടയാനുള്ള കാരണം ഈ സ്വഭാവമുണ്ട്. ബസ്രാക്കാരെ, നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് തടയാനുള്ള ഏഴാമത്തെ കാര്യം നിങ്ങൾ പറയാറുണ്ടല്ലോ, അന്നൽ മൗത ഹഖ്ഖും വലം തസ്തഇദ്ദു ലഹു, മരണം സത്യമാണെന്ന് നിങ്ങൾ പറയാറുണ്ട്, പക്ഷെ മരണത്തിന് വേണ്ടി ഒരുങ്ങാറില്ല. മരണം സത്യമാണ്, മരണമുണ്ട്, ആരും അത് ഇന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ മരണത്തിന് വേണ്ടി ആരും ഒരുങ്ങിയിട്ടില്ല. മരണത്തിന് ഒരുങ്ങിയവരായിരുന്നു പണ്ടൊക്കെ. ദുആക്ക് ഇജാബത്തുണ്ടായ മഹാന്മാരൊക്കെ മരണത്തിന് വേണ്ടി ഒരുങ്ങി നടന്നവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എങ്ങനെയാ? ഉമറെ നീ മരിക്കും, ഉമറെ നീ മരിക്കും, ഇത് പറയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അതൊരു ഉമർ മാത്രമല്ല ചെയ്തത്, റളിയല്ലാഹു അൻഹും വന്നുപോയ എല്ലാ ഉമറുമാരും അത് ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആസിമിന്റെ മകള് ഉമ്മു ആസിമിന്റെ മകനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാൻ. ഈ മഹാൻ എങ്ങനെയാ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിന്നത്? മഹാനായ ഇമാം ഖതീബ് തിബരി, മഹാനായ ഇമാം ഗസാലി അവിടുത്തെ മുഖാസഫയിൽ പറയുന്നത് കാണാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ, അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരിൽ ചിലർക്ക് അദ്ദേഹം പ്രത്യേകം കൂലി കൊടുക്കും. എന്നിട്ട് പറയും, എനിക്കൊരു വഅദ് പറഞ്ഞല്ലോ, വഅദിന്റെ വിഷയം എന്റെ മരണം, എന്റെ മരണം. അങ്ങനെ പറയാൻ തുടങ്ങി. ഈ പണ്ഡിതൻ ഇങ്ങനെ വഅദ് പറഞ്ഞു കൊടുത്തു. അവസാനം മഹാനവറുകൾ പറഞ്ഞു, ഈ വഅദ് അങ്ങോട്ട് ഏൽക്കുന്നില്ല, മരണത്തെ കുറിച്ച് അങ്ങോട്ട് പറയേ. ഈ പണ്ഡിതൻ പറയാൻ തുടങ്ങി, അന്ത അവ്വലു ഖലീഫത്തിൻ തമൂത്, ഇനി ഭൂമിയിൽ മരിക്കാനുള്ള ആദ്യത്തെ വ്യക്തി നീയാണ് ഉമറേ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് പറയാണ്. ഇനി ഭൂമിയിൽ മരിക്കാനുള്ള ആദ്യത്തെ വ്യക്തി താങ്കളാണ്. മഹാനവറുകൾക്ക് അത് അങ്ങോട്ട് മനസ്സിലേക്കാണ്ട് തറക്കുന്നില്ല. പറഞ്ഞു, സിദ്നി കൂടുതൽ പറയൂ, ഇപ്പൊ പറഞ്ഞതിനേക്കാളും അപ്പുറം കടന്ന് പറയൂ. മഹാനായ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ലൈസ മിൻ ആബാഇക അഹദുൻ ഇലാ ആദമ ഇല്ലാ ദാഖൽ മൗത വഖദ് ജാഅത് നൗബതുക. ഓ ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് നിന്റെ പിതാവ് വരെയുള്ള സർവ്വ മനുഷ്യരും ഈ മരണത്തെ രുചിച്ചിട്ടല്ലാതെ അവിടെ നിന്ന് പോയിട്ടില്ല. ഇതാ നിന്റെ അവസരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നീ സൂക്ഷിക്കുക, ഓർമ്മിക്കുക. ഇതങ്ങ് പറഞ്ഞതോടുകൂടെ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പൊട്ടിക്കരയുമായിരുന്നുവത്രേ. അത്രത്തോളം മഹാന്മാർ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. ഏഴാമത്തേത് ബസ്രാക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ ഏഴാമത്തെ അബദ്ധം, നിങ്ങൾ മരണത്തെ അംഗീകരിക്കുന്നുവെങ്കിലും മരണത്തിന് വേണ്ടി ഒരുങ്ങാറില്ല. എട്ടാമത്തേത് ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയാണ്, എട്ടാമത്തെ കാരണം, നിങ്ങളുടെ സ്വന്തം പോരായ്മകളെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവന്റെ പോരായ്മകളെ ചകഞ്ഞെടുത്തുകൊണ്ടത് പ്രചരിപ്പിക്കാൻ നിങ്ങളിൽ പലരും അതങ്ങനെ ചെയ്തു പോരുന്നുണ്ട്. അതുകൊണ്ടാണ് ദുആക്ക് ഇജാബത്തില്ലാത്തത്. സ്വന്തം പോരായ്മകളെ മറച്ചു വെക്കും, മറ്റുള്ളവന്റെ ചകഞ്ഞന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഈ സ്വഭാവക്കാർക്ക് ദുആക്ക് ഇജാബത്തില്ല.
9-ാമത്തേത് ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തിന്നുന്നുണ്ട്, പക്ഷേ വലം തസ്കുറൂഹ, ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും നന്ദി ചെയ്യാറില്ല. അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാറില്ല. അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്തില്ല. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണ്ടേ. മഹാനായ സയ്യിദുന ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. മഹാനവറുകൾ വഫാത്തായിട്ടില്ല, ആകാശത്തിലുണ്ട്, 4-ാം ആകാശത്തിലുണ്ട്. മഹാനവറുകൾ അള്ളാഹുവോട് ആദ്യം ചോദിച്ചു, പടച്ചോൻ എനിക്ക് മഗ്ഫിറത്തിന്റെ പദവി തരണേ. ധാരാളം ചോദിച്ചു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് മഗ്ഫിറത്തിന്റെ പദവി. ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. മഗ്ഫിറത്തിന്റെ പദവി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്ത്, വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കുന്ന ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ എന്ത് സ്ഥാനമാണോ ഉള്ളത്, ആ പദവിയാണ് മഗ്ഫിറത്തിന്റെ പദവി. ഈ പദവി മഹാനായ സയ്യിദുന ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹു മഗ്ഫിറത്തിന്റെ പദവി കൊടുത്ത ശേഷം മഹാനവറുകൾ വീണ്ടും ചോദിക്കുന്നത്, പടച്ച റബ്ബേ, നീ എനിക്ക് ആയുസ് തരണം. എന്തിനാ? മഗ്ഫിറത്തിന്റെ പദവി കിട്ടി ഇനി സ്വർഗത്തിൽ പോയപ്പോരെ, പോരാ, എനിക്ക് ആയുസ് തരണം. എന്തിനാണ് ഇദ്രീസ് നബി അങ്ങക്ക് ആയുസ്? അല്ലാഹുവേ, എനിക്ക് നീ തന്ന ഈ മഗ്ഫിറത്തിന്റെ പദവി എന്ന് പറയുന്ന അനുഗ്രഹത്തിന് എനിക്ക് നന്ദി ചെയ്യണമല്ല, അതുകൊണ്ട് എനിക്ക് ദീർഘായുസ് തരണം. ഇങ്ങനെയായിരുന്നു നമ്മുടെ മഹാന്മാരായ പൂർവികരായ ആളുകൾ. ഇനി കണ്ടോ 10-ാമത്തെ കാരണം, ദഫൻതും മൗതാക്കും വലം തഅ്തബിറൂ ബിഹിം. നിങ്ങളിൽ നിന്നും മരിച്ചുപോയ ആളുകളെ മറവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഖബർ വിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ നിങ്ങളുടെ മനസ്സിനെ അത് ഒട്ടുമേ അലട്ടുന്നില്ല. ഖബർ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടുന്നില്ല. അത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദുആക്ക് ഉത്തരമില്ലാതെ പോകുന്നതിന്റെ കാരണം. ഖബർ കണ്ടിട്ടും പഠിക്കുന്നില്ല. മഹാനായ അറബി കവികളിലെ വിശ്രുതൻ ഫറസ്ദഖ്, അദ്ദേഹത്തിന്റെ ഭാര്യ വഫാത്തായി. ആ സമയത്ത് ഫഖറജ ഫീ ജനാസത്തിഹാ വുജൂഹുൽ ബസ്റത്തി വഫീഹിമുൽ ഹസൻ റളിയല്ലാഹു അൻഹു. ബസ്ര പട്ടണത്തിലെ സർവ്വ മനുഷ്യന്മാരും ഈ ജനാസ അനുഗമനത്തിൽ പങ്കെടുത്തു. കൂട്ടത്തിൽ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഫറസ്ദഖിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഫറസ്ദഖ്, നിനക്കും മരിക്കാണ്ടല്ലോ, ഇതുപോലെ നിന്നെയും കൊണ്ടുവന്ന് മറവ് ചെയ്യുമ്പോൾ നിനക്ക് എന്താണ് ആ ദിവസത്തേക്ക് ഒരുക്കി വെക്കാനുള്ളത്? മഹാനായ ഫറസ്ദഖ് പറഞ്ഞു, ഞാൻ അള്ളാഹുവിലും അവന്റെ ഹബീബിലുമുള്ള വിശ്വാസം ഉറപ്പിച്ചു വെച്ചിരിക്കും. 60 വർഷമായി ഞാൻ ആ വിശ്വാസത്തിൽ തുടർന്നു പോരുന്നു. ഈ വിശ്വാസം അല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ല. അള്ളാഹും അവന്റെ റസൂലിന്റെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ ഭാര്യയെ മറവ് ചെയ്തു. ഫറസ്ദഖ് അങ്ങ് ഖബറിന്റെ സമീപത്തേക്ക് പതുക്കെ ചെന്നിട്ടങ്ങ് പാടാൻ തുടങ്ങി. അറബി കവികളിൽ വിശ്രുതനായ ഫറസ്ദഖ് പാടാൻ തുടങ്ങി, അഖാഫു വറാഅൽ ഖബരി ഇല്ലം തുആഫിനി അശദ്ദ മിനൽ ഖബരിൽ തിഹാബൻ വഅളിയഖാ ഇദാ ജാഅനി യൗമൽ ഖിയാമത്തി ഖായിദുൻ അനീഫും വസവാഖുൻ യസൂഖുൽ ഫർസ്ദഖ ലഖദ് ഖാബ മിൻ ഔലാദി ആദമ മൻ മശാ ഇലൻ നാരി മഗ്ലൂലൽ ഖിലാദത്തി അർസിഖാ. ഫർസ്ദഖിന്റെ വിശാലമായ കവിത. ഈ ഖബറാണ് ഞാൻ ഭയന്നത്. ഈ ഖബറിന്റെ അപ്പുറത്തേക്ക് ചൊല്ലുന്തോറും ഖബറിന്റെ ഭയത്തെക്കാളും വലിയ ഭയമാണ് എനിക്കുള്ളത്. അല്ലാഹുവേ, ഫറസ്ദഖ് പറയാണ്, ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ ഈ ഫറസ്ദഖിനെ എങ്ങോട്ട് കൊണ്ടുപോകും? ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കൊണ്ടുപോകും, മറ്റൊരു വിഭാഗം നരകത്തിലേക്കെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു വിടും. ഇതിലേതിലാണ് ഞാൻ പെടാ എന്ന് എനിക്കറിയില്ല. മഹാനായ ഫറസ്ദഖ് അങ്ങനെ കരഞ്ഞ് പാടാൻ തുടങ്ങി. സ്വന്തം മരണത്തിന് വേണ്ടി തയ്യാറായി. സ്വന്തം മരണത്തെക്കുറിച്ച് ഓർത്തു. മഹാനായി ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ബസ്രാക്കാരോട് പറയുന്നു, നിങ്ങളുടെ ദുആ തടയപ്പെട്ടതിന്റെ 10 കാരണങ്ങളിൽ 10-ാമത്തേത്
പരിശുദ്ധമായ ജനാസകൾ കൊണ്ടുപോയി മറവ് ചെയ്തു കഴിഞ്ഞാൽ, ആ ജനാസ വെച്ച് കഴിഞ്ഞാൽ ഖബറിലേക്ക് മണ്ണിട്ട് മൂടിയാൽ ഖബർ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പാഠവും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ പഠിച്ചോ, നിങ്ങളുടെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകൂല. ഈ അവസ്ഥയായിരുന്നു ബസ്രാക്കാർക്ക് ദുആക്ക് ഇജാബത്ത് തടയപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്ന് നാം മനസ്സിലാക്കാം. ഈ 10 അവസ്ഥയിൽ അള്ളാഹു ദുആക്ക് ഉത്തരം തരൂല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനാ വിപ്ലവം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിലേക്ക് നമ്മുടെ ഈ വിഷയം അള്ളാഹു ഒരു പ്രചോദനമാക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.